ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു ഗുണം എങ്ങനെ കിട്ടി എന്നുള്ളൊരു എക്സാമ്പിൾ ഒരാളാണ്. ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ അയാളുടെ ഒരു സോഷ്യൽ പ്രൊഫൈലിനകത്ത് അയാൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ, അയാൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ, അയാൾ ഇടുന്ന കമൻറ്റുകൾ, ഇതൊക്കെ മറ്റുള്ളവർ കാണുകയാണ്. അത് വെച്ചാണ് ജഡ്ജ് ചെയ്യുക. ഒരു ബിസിനസ്സിൽ വന്ന് പണം കൊന്ന് ഭക്ഷണം കഴിക്കുന്നതിലുപരി അവർ ചിലപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു കമൻറ്റ് മാത്രം മതി, അത് വലിയൊരു ഹ്യൂജാണ്. ഇപ്പോൾ പാരൻസ് ഇങ്ങോട്ട് തന്നെ എന്നെ വിളിച്ച് പറയും, എൻ്റെ മകന് ഒരു താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് അവനെ ഒരു നല്ല ഷെഫാക്കണം നിങ്ങളെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ആ ട്രെൻഡ് മനസ്സിലാവും. കൂടുതൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടുതൽ സമയമെടുത്ത് ആത്മാർത്ഥമായിട്ടൊക്കെ ജോലി ചെയ്ത സമയങ്ങൾ എനിക്കറിയാം. ഇപ്പോൾ അത്രയും ഞാൻ ചെയ്യുന്നില്ല. ലണ്ടൻ പോലൊരു നഗരത്തിൽ ഒരു ഏറ്റവും സാധാരണ മനുഷ്യന് ഒരു ബില്യനെയറിന് ഒരേ ക്വാളിറ്റിയിലുള്ള ഫുഡാണ്. സാറ് ഈ പറയുന്ന പോലെ 2005 മുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്, ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതൽ ആ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആ ഒരു കാര്യം കൊണ്ടും അല്ലെങ്കിൽ പിന്നീട് ഈ ഒരു ഷെഫ് പിള്ള എന്നുള്ള പേര്, അതായത് നമുക്കറിയാം അതൊരു എല്ലാവരും എപ്പോഴും സംസാരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ടൊരു ഷെഫ് എന്നുള്ള പേരിലൊക്കെ ആ ഒരു രീതിയിലാണ് അറിയപ്പെടുന്നതെല്ലാം. അപ്പോൾ ഈ ഒരു സൽപ്പേരാണെങ്കിലും ആ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗമാണെങ്കിലും സാറിനെ ഈ ഒരു ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് സാർ വിചാരിക്കുന്നുണ്ടോ? 100% ഭയങ്കരമായിട്ട് ഒരുപാട് ഞാൻ എല്ലാ വേദിയിലും ഓപ്പണായിട്ട് പറയാണ്, ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു ഗുണം എങ്ങനെ കിട്ടി എന്നുള്ളൊരു എക്സാമ്പിൾ ഒരാളാണ്. ഞാനത് എല്ലാ വേദികളിലും എല്ലാവരുടെ അടുത്തും പറയുകയാണ്. ഇതിൻ്റെ സാധ്യതകൾ ഏറ്റവും ഒരു പോസിറ്റീവ് വേയിൽ ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ മോശമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ഒട്ടും ഉപയോഗിക്കാത്തവരുണ്ട്. ഈ അവസരങ്ങൾ തന്നെ ചെയ്യാന്നില്ല. ഇതിൻ്റെ ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ സാധ്യത മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ ചെയ്തതാണ് എൻ്റെ വലിയൊരു വിജയത്തിൻ്റെ ഒരു കാര്യം. അല്ലെങ്കിൽ ഒരിക്കലും ഇത്രയും ആൾക്കാരിലേക്ക് എത്തപ്പെടുക, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു മോഡേൺ വേൾഡിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഒരു കാര്യത്തിനെ നമ്മളൊരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഭീമമായ ഒരു തുക, ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്. അത് ബിസിനസ്സുകാരനാവണമെന്നില്ല, നിങ്ങളുടെ കരിയറിന് മുന്നേറ്റം ഉണ്ടാക്കിയാൽ. ഇപ്പോൾ ഒരു വ്യക്തി അയാളുടെ പേഴ്സണൽ അയാളുടെ ഒരു സോഷ്യൽ പ്രൊഫൈലിനകത്ത് അയാൾ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ, അയാൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ, അയാൾ ഇടുന്ന കമൻറ്റുകൾ, ഇതൊക്കെ മറ്റുള്ളവർ കാണുകയാണ്. അത് വെച്ചാണ് ജഡ്ജ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു പോസിറ്റീവ് ഒരാളെന്നുള്ളത് കാണിക്കാൻ, അല്ലെങ്കിൽ അത് നിങ്ങൾ ഫേക്ക് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് നാൾ നിങ്ങളുടെ ഒരു ഇടപെടലുകൾ കണ്ടാൽ അറിയാം, ഓക്കെ നിങ്ങളൊരു ഫേക്കായിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആണോ. ഇതൊക്കെ ജഡ്ജ് ചെയ്യാനുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊരു പൊതുവായ രീതിയിൽ ആ സോഷ്യൽ മീഡിയനെ നന്നായിട്ട് നല്ല രീതിയിൽ അതിനെ വിനിയോഗിക്കുക, അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം വരികയും അതിന് ആളുകൾക്ക് മറ്റുള്ളവരെ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ആയിട്ട് സൗഹൃദം പങ്കിടുന്നവർക്ക് ഒരു വാല്യൂ എങ്ങനെ ഇതിൽ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വാല്യൂ ആഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവർ നമ്മളുടെ ഒരു ആരാധകരാകുന്നു, അല്ലെങ്കിൽ നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യുന്നു. മോറോവർ ഈ ഫാൻ എന്ന് പറയുന്നതിനേക്കാളുപരി അവരുടെ ഒരു ഹ്യൂജ് സപ്പോർട്ട്. അപ്പോൾ അവരൊരു ബിസിനസ്സിൽ വന്ന് പണം കൊന്ന് ഭക്ഷണം കഴിക്കുന്നതിലുപരി അവർ ചിലപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ഒരു കമൻറ്റ് മാത്രം മതി, അത് വലിയൊരു ഹ്യൂജാണ്. അത് ഒരാളുടെ ഒരു കമൻറ്റ് വരുമ്പോൾ മറ്റ് 100 പേരിലേക്കായിരിക്കും അത് എത്തുക. അപ്പോൾ അതെല്ലാം എൻഡ് ഓഫ് ദി ഡേ ഭയങ്കര സപ്പോർട്ടിങ് ദ ബിസിനസ്സാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇങ്ങനെയൊക്കെ ഒരു പ്ലാറ്റ്ഫോം ഉള്ള സമയത്ത് ജീവിക്കാൻ പറ്റുന്നു, അതിൻ്റെ സാധ്യതകൾ ചെയ്യാൻ പറ്റുന്നു. ഇതൊരു പക്ഷേ ഒരു 2000-ന് മുമ്പൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു പ്രൈം ടൈം. എൻ്റെ ഒരു 2030s എന്ന് പറയുന്ന 2000-ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസരമില്ല, അത് വേറൊരു തരത്തിൽ നമ്മൾ ചെയ്തു പോകും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വന്ന സമയത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുന്നതും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ പറ്റുന്നതും അതിനെ വിനിയോഗിക്കാൻ പറ്റുന്നതും ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു കരിയർ എന്ന് വേണമെങ്കിൽ പറയാം. സാറ് പറയുന്ന പോലെ തന്നെ ഒരു 10-15 വർഷം മുമ്പ് ഷെഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു സമീപനമുണ്ട്. അതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ കൊച്ചുകുട്ടികൾ പോലും ഷെഫ് ആവണമെന്ന് പറയുമ്പോൾ പേരൻസ് പോലും ഓക്കെ കൊള്ളാം, നല്ലൊരു തീരുമാനമാണെന്ന് പറയുന്ന തരത്തിലേക്കൊരു വലിയ മാറ്റമാണ് ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം സാർ എങ്ങനെയാണ് നോക്കിയത്? അതായത് സാറിൻ്റെ അനുഭവങ്ങളിലൂടെ അതെങ്ങനെയാണ് സാറിന് മനസ്സിലാവുന്നത്? എനിക്ക് ഏറ്റവും ഒരു ഹാപ്പിനെസ് എന്നുള്ളൊരു കാര്യമാണത്. ഞാനിപ്പം ഒരു ഷെഫ് എന്ന നിലയിൽ ഈ 30 വർഷത്തെ സർവീസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ എൻ്റെ ഇടയിലുണ്ടാവും. ഒത്തിരി ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ടാവും, ഒരുപാട് അവാർഡുകൾ, മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിനേക്കാൾ വേറെ എന്നെ ഭയങ്കര ഒരു നമുക്കൊരു ഉള്ളിലൊരു സംതൃപ്തി കിട്ടുന്ന വേറെ പല കാര്യങ്ങളായിരിക്കും. അതിലൊന്നാണിത്. ഈ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ ഒരു സമയത്ത് ഒരു പാചകക്കാരൻ എന്ന് പറയുന്നത് വളരെ ഒരു മോശം, സൊസൈറ്റിയിലെ ഏറ്റവും ലോവസ്റ്റായിട്ട് ആർക്കും വലിയ താല്പര്യമില്ലാത്തൊരു
പ്രൊഫഷനാണ്. ഒരു പാചകക്കാരൻ, കുശിനിക്കാരൻ, ദേഹണക്കാരൻ, അല്ലെങ്കിൽ ഒരു കുക്ക്, അല്ലെങ്കിൽ അരിവെപ്പുകാരൻ, അല്ലെങ്കിൽ കല്യാണ സദ്യ, അല്ലെങ്കിൽ ചായ അടിക്കാരൻ, പൊറോട്ട അടിക്കാരൻ, ഇങ്ങനെയാണ് എന്നെ ബ്രാൻഡ് ചെയ്യുക. അപ്പോൾ ഇത് കല്യാണ മാർക്കറ്റിൽ പോലും ഒരു വാല്യൂ ഇല്ല. അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു തൊഴിൽ എന്ന നിലയിലാണ്. അപ്പോൾ അത് ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് കൊണ്ട് ഭയങ്കരമായ മാറ്റം. ഇപ്പോൾ ഷെഫ് എന്നുള്ള പേര് പോലും ആൾക്ക് പണ്ട് അറിയില്ലായിരുന്നു. അവരൊരു കുക്കാണ്. ഒരു ഇംഗ്ലീഷിലെ ഒരു വേർഡ് എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ അല്ലെങ്കിൽ കുക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു തൊഴിൽ എന്ന് ചെയ്യുന്ന ഒരു അർത്ഥം ആണ്. അപ്പോൾ അത് വീണ്ടും അത് ഷെഫ് എന്നൊരു വേർഡ് ഉണ്ട്. അതൊരു ഫ്രഞ്ച് വേർഡാണ്. അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരെ കാണണം, അവരുമായിട്ട് സംസാരിക്കണം, അവരുമായിട്ട് എൻ്റെ കാര്യങ്ങൾ അറിയുക, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളൊരു മാറ്റം ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഹ്യൂജായിട്ട് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനകത്ത് എനിക്കൊരു വലിയൊരു കാരണക്കാരനാവാൻ പറ്റി, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരു ഷെഫ് പിള്ള ആവണമെന്നൊക്കെ പറഞ്ഞ് പണ്ട് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പാഷനേറ്റായിട്ടുള്ള കുട്ടികളുടെ പാരൻസ് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഇപ്പോൾ പാരൻസ് ഇങ്ങോട്ട് തന്നെ എന്നെ വിളിച്ച് പറയും, എൻ്റെ മോന് ഒരു താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് അവനെ ഒരു നല്ല ഷെഫ് ആക്കണം നിങ്ങളെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മൾ അഡ്വൈസ് ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ആ ട്രെൻഡ് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ്. ആളുകൾ ഇതിനെ അംഗീകരിക്കുന്നു. ഇതൊരു വലിയൊരു തൊഴിൽ, അതൊരു ലോങ് ടൈം നല്ലൊരു പ്രൊഫഷൻ കരിയർ എന്ന നിലയിൽ ആളുകൾ കാണുന്നു. ജനറലായിട്ടുള്ള പബ്ലിക് പാചകക്കാരോട് ഭയങ്കര ഒരു സ്നേഹത്തോടെ പെരുമാറുന്നു. നമ്മളും വഴിയും അതൊരു ഭാഗമാണെന്ന് അറിയുമ്പം ബികോം നഴ്സിംഗ് പോലെ തന്നെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ഒരു കോഴ്സായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നിട്ട് കൂടിയും ഷെഫ് പിള്ള എന്നുള്ളൊരു ബ്രാൻഡ് നെയിം പോലെ ആകാൻ, അല്ലെങ്കിൽ അതിന് താഴെ, അല്ലെങ്കിൽ ഓക്കെ ഷെഫ് പിള്ള കഴിഞ്ഞാലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് സാർ കരുതുന്നത്? അതെനിക്കറിയില്ല. എനിക്കതിന് കമൻറ്റ് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അതൊരു എന്തോ എൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ആരും അങ്ങനെ കേരളത്തിൽ അങ്ങനെ ഈ ഒരു മേഖലയിൽ ഇത്ര എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല. എന്നെക്കാട്ടിൽ കഴിവുള്ള ഒരുപാട് ഷെഫുമാരുണ്ടെന്ന് എനിക്കറിയാം. ഇവർക്ക് പാചകത്തിൻ്റെ ആയാലും അല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലായാലും മറ്റ് പല രീതിയിലായാലും ഒരുപാട് കഴിവുള്ള ലോകത്ത് ഒത്തിരി വലിയ വലിയ ബ്രാൻഡ്സിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളി ഷെഫുമാർ തന്നെ ഉണ്ട്. പക്ഷെ അവർക്ക് ഈ ഇത് എക്സ്പോഷർ എങ്ങനെയോ കിട്ടുന്നില്ല. അത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാവാം. അതെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയത്. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഒരുപാട് ഷെഫുമാരിപ്പം ആ ഒരു ലെവലിലേക്ക് വരുന്ന ആൾക്കാർ നമ്മുടെ ഇതിലുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നുണ്ടെന്നൊക്കെ എനിക്ക് കാണാൻ പറ്റും. ഒത്തിരി പേര് ഇപ്പം നമ്മൾക്ക് തൊട്ട് ഇതേ രീതിയിലൊക്കെ വളർന്നു വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ എത്തിയേക്കും, അവരെത്തട്ടെ. ഈ പറയുന്ന പോലെ തന്നെ സാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൻ്റെ കാര്യമാണ് എന്ന് വെച്ചാൽ സാറിപ്പോൾ ഒരു വലിയൊരു സംരംഭത്തിൻ്റെ ഉടമയാണ്. അതുപോലെ തന്നെ സാർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. സാറിൻ്റെ പേജസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന കമൻസിനൊക്കെ സാറ് തന്നെയാണ് കമൻറ്റിന് റിപ്ലൈസ് ഒക്കെ കൊടുക്കുന്നത്. കൂടാതെ സാറ് TV ഷോകളിലും മറ്റും അവതാരകനായിട്ടും വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ടൈമെല്ലാം മാനേജ് ചെയ്യുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇഷ്ടമാണ് മെയിൻ. ഇപ്പോൾ എല്ലാവരും എന്നോട് തന്നെ ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ ഇപ്പം ഞാൻ ഈ പറയുന്ന എൻ്റെ ഒരു നോർമൽ സംഭവമാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടുതൽ സമയമെടുത്ത് ആത്മാർത്ഥമായിട്ടൊക്കെ ജോലി ചെയ്ത സമയങ്ങൾ എനിക്കറിയാം. ഇപ്പോൾ അത്രയും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ പറയും, ഇതെങ്ങനെയാണ് ഒരു TV ഷോ. ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ എല്ലാ ദിവസവും എൻ്റെ ഒരു ഷോ പോകുന്നുണ്ട്. മനോരമ ആഴ്ചപ്പതിപ്പിലെ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ ആഴ്ചയിലും റെസിപ്പി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞൊരു വർഷം 3 പുസ്തകങ്ങൾ എഴുതി, 2 സിനിമയിൽ അഭിനയിച്ചു, വേറൊരു 120 TV ഷോ ചെയ്തു, പിന്നെ ഈ 15 റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തു, പുതിയൊരു 30 പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാതരം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും എല്ലായിടത്തും സാന്നിധ്യം എനിക്കുണ്ട്. അപ്പോൾ അതെല്ലാം എൻ്റെ കൂടെ ഫാമിലി ഉണ്ട് നോക്കുന്നുണ്ട്. ഇത്രയും സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇതെല്ലാം നോർമലി നടക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, ഞാനിതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എഫർട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ചിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു, ടൈം മാനേജ് ചെയ്യുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഇത് വേറൊരാൾ കാണുമ്പം അതിൻ്റെ ഇടയ്ക്ക് 100 കണക്കിന് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നുണ്ട്, മറ്റ് പല പ്രോഗ്രാമിന് പോകുന്നത്, എത്രയോ മറ്റ് ചാനലുകളുടെ ഇതുപോലുള്ള ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുണ്ട്, പല സെഷൻസ് ചെയ്യാൻ പോകുന്നുണ്ട്, മാസ്റ്റർ ക്ലാസ്സിന് പോകുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഇടയിൽ നടക്കുകയാണ്. എൻ്റെ ഇടയിൽ ഈ സംഭവങ്ങളും ഓട്ടോമാറ്റിക്കലി ബിസിനസ് എന്ന് പറയും. അപ്പോൾ ആളുകൾ എൻ്റെ അടുത്ത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നത് എങ്ങനെ മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഞാനിത് മാനേജ് ചെയ്യുന്നത് വെച്ചാൽ എനിക്കറിയില്ല അതെങ്ങനെയാണ്. എനിക്കത് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സമയം നോക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത്ര മണിക്കൂർ ചിലവഴിച്ചെന്ന് അറിയുന്നില്ല. അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടാണ്. നിങ്ങൾക്കിപ്പോൾ സിനിമ കാണുന്ന ഒരാൾ ചില ദിവസം, എനിക്ക് ഒരിക്കലും ഒരു 4 സിനിമ ഒരു ദിവസം കാണാൻ പറ്റില്ല. 5 സിനിമ കാണുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അവർ കാണുക? എത്ര നേരം കണ്ണെങ്ങനെ നോക്കിയിരിക്കും? കണ്ണിന് വേദന എടുക്കില്ലേ? അല്ലെങ്കിൽ 5 തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഓഫ് ഡേ കിട്ടിക്കഴിഞ്ഞാൽ ഓൺലൈൻ അല്ലെ OTT പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ കാണുന്ന ആൾക്കാരെ എനിക്കറിയാം. അതവരുടെ ഏറ്റവും ഇഷ്ടം ഉണ്ടായിട്ട് അവർക്കത് പ്രശ്നമേ അല്ല, അതവരുടെ നോർമൽ സംഭവമാണ്.
അപ്പോൾ ഇതെൻ്റെ നോർമൽ സംഭവമായതുകൊണ്ട് എനിക്കിത് വളരെ നോർമലായിട്ട് തോന്നി. മറ്റുള്ളവർക്ക് ഇതൊരു അസ്വാഭാവികമാണ്. അത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ഏറ്റവും പാഷനുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എഫർട്ട് ഇട്ടാൽ പോലും നമ്മളൊന്നും അറിയില്ല. നമുക്കതിൻ്റെ റിസൾട്ടല്ല, നമ്മളത് ചെയ്യുന്നു. എനിക്കതിൻ്റെ സന്തോഷമാണ്. ഞാൻ ഇന്ന് ഇതിൻ്റെ ഇടയിൽ ഇത്രയും വീഡിയോ എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം, റൈറ്റ് ടൈമിൽ അതിൻ്റെ ക്യാപ്ഷൻ എഴുതണം, ഇതൊക്കെ ടൈമിംഗ് ആണ്. അപ്പോൾ ആ റൈറ്റ് ടൈമിൽ ഇത് റൈറ്റായിട്ട് ചെയ്യുക, അത് ആ സമയം കണ്ടെത്തി എൻ്റെ പ്രയോറിറ്റിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ ഒരു ആദ്യമായിട്ട് ഈ ഒരു മേഖലയിൽ ജോലി സാറ് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഷെഫ് ആകണം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ കരിയർ എന്ന് സാറിന് തോന്നിയ ഒരു നിമിഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ശരിക്കും ഈ ഒരു മേഖലയിൽ വന്നു, ഈ കുക്കിങ്ങും സർവീസും രണ്ടും ഒരേ സൈമിൾട്ടേനിയസ്ലി കൊണ്ടുപോകും. എനിക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ എന്താ ഷെഫാണോ അല്ലെ സർവീസാണോ, എന്തായാലും ഹോസ്പിറ്റാലിറ്റിയിലാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം എനിക്കൊരു പോലീസുകാരനാവണം. ഞാനിപ്പോൾ ഈ അടുത്തത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് ജോലി പോലീസാവണം. അല്ല, ഗവൺമെൻറ് ജോലിയോട് എനിക്ക് താല്പര്യമൊന്നുമില്ല. കേരള പോലീസിലെ ഒരു പോലീസുകാരനാണ്, ഒരു കോൺസ്റ്റബിൾ ആവുകയെന്നായിരുന്നു എൻ്റെ ഡ്രീം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഭയങ്കര ഫോക്കസ് അല്ല, ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഇത് എന്നുള്ളൊരു കൺഫ്യൂസ് മൈൻഡിലാണ്. അപ്പോൾ അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ആ മൊമെൻറ്റിലാണ് ഞാൻ 100% പിന്നെ ഒരു ഫുൾ ടൈം ഷെഫായിട്ട് മാറുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് ചെയ്തു. എൻ്റെ റിട്ടേൺ എക്സാം പാസ്സായി. ഫിസിക്കലിൽ പരാജയപ്പെട്ടിട്ട് അന്ന് തിരിച്ചറിഞ്ഞു എനിക്കത് ആവാൻ പറ്റില്ല. അങ്ങനെ അന്നത്തെ ഡേയിലാണ് ആക്ച്വലി ഞാൻ ആ ഡിസിഷൻ എടുത്ത് ഐ വിൽ ബി എ ഷെഫ് എന്നുള്ളത്. സാറ് ഈ പറയുന്ന പോലെ നാട്ടിലൊക്കെ ജോലി ചെയ്തു, ഷെഫായിട്ടൊക്കെ ജോലി ചെയ്തതിന് ശേഷം ഈ ഒരു ലണ്ടനിലേക്ക് ഷെഫായി ജോലി ലഭിച്ച് പോകുന്ന ആ ഒരു ജേണി അതെങ്ങനെയായിരുന്നു? നല്ലൊരു അവസരം ലഭിക്കുന്നത് എങ്ങനെയായിരുന്നു? അതൊരു വലിയൊരു സംഭവമാണ് ശരിക്കും. ഇങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം എനിക്കിങ്ങനെ വിദേശ രാജ്യത്ത് പോകണം. ഗൾഫിലൊക്കെ ഒരുപാട് വേക്കൻസി വന്നപ്പോഴും ഞാനത് എല്ലാം നോ പറഞ്ഞു. എനിക്ക് യൂറോപ്പിൽ പോവുക. വിദേശം എന്ന് ഉദ്ദേശിച്ചത് അമേരിക്ക അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ഇങ്ങനെയുള്ള 3 രാജ്യത്ത് പോകുന്ന ഭയങ്കര സ്വപ്നം കണ്ട ഒരാളാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ മുതലേ ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ എനിക്ക് അങ്ങനെയൊക്കെ എൻ്റെ ഉള്ളിലുണ്ട് ഇങ്ങനെയുള്ള രാജ്യത്തൊക്കെ പോവുക. അപ്പോൾ അവിടുത്തെയൊക്കെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കുക എന്നൊക്കെയുള്ള ചിന്തയാണ്. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ഇംഗ്ലണ്ടിലെ, ഓസ്ട്രേലിയ, ഇവരുടെ ആ രാജ്യത്തെ കാര്യങ്ങളും ആ ഒരു ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇന്ത്യൻ സീരീസ് അവിടെ പോകുമ്പം അവിടുത്തെ വാർത്തകൾ വായിക്കും. അതുപോലെ അവർ വരുമ്പോൾ അവിടുത്തെ വാർത്തകൾ. അപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലോ പോയി ജീവിക്കണം എന്നൊക്കെയുള്ളൊരു സ്വപ്നമുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആയപ്പോൾ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഗൾഫിൽ വന്നപ്പോൾ അതൊക്കെ നോ പറഞ്ഞിട്ട് ഇത് കിട്ടുമെന്നൊരു ഉറപ്പില്ലെങ്കിൽ പോലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് ഇതൊരു 1927 ഇംഗ്ലണ്ടിൽ മഹാത്മാഗാന്ധിയും വിൻസ്റ്റൺ ചർച്ചിലും ചാർലി ചാപ്ലിനൊക്കെ ഭക്ഷണം കഴിച്ച ഒരു റെസ്റ്റോറൻറ്റാണ് എന്നെ 2005 കോൺടാക്ട് ചെയ്തിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തി ബോംബെയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നത്. ഭയങ്കര ഒരു ഭാഗ്യമായിട്ടുള്ളൊരു സംഭവം. ലൈഫ് കംപ്ലീറ്റ്ലി ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ മറിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സംഭവമാണ് ആ ഇംഗ്ലണ്ടിലേക്ക് പോകാനുള്ള യാത്ര. ഈ പറഞ്ഞ പോലെ പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുള്ള കാര്യം എന്ന് വെച്ചാൽ പുറം രാജ്യങ്ങൾ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ചെറിയൊരു ഷോപ്പിലേക്ക് പോയാലും നമുക്ക് അത്രയും ക്വാളിറ്റിയോടായിരിക്കും ഫുഡ് കിട്ടുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിറകോട്ടാണ്. അത് സാർ എന്താണ് വിചാരിക്കുന്നത്? അത് അവിടുത്തെ ലോ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണോ, നമ്മുടെ ലോൻ്റെ കുഴപ്പമാണോ, അതോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം പിഴയ്ക്കുന്നത് എന്തുകൊണ്ടെന്നാണ് സാറിന് തോന്നുന്നത്? അത് വലിയൊരു ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയൊരു മഹാരാജ്യം, ഇത്രമാത്രം പോപ്പുലേഷൻസ്. അപ്പോൾ ഇത്രയും പോപ്പുലേഷൻ, ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ഇവിടെ ഇല്ല. അതിൻ്റെ ഒരു ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് കൃത്യമായിട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യുന്ന രീതിയിലില്ല. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ട് ഇവിടെ, പക്ഷേ അതൊരിക്കലും ഇത്രയും വലിയ ബില്യൺസ് ഓഫ് ജനങ്ങളുള്ളവർക്ക് ഇതേ ഒരേ ക്വാളിറ്റിയിൽ കൊടുക്കാൻ. ഇപ്പോൾ ലണ്ടൻ പോലൊരു നഗരത്തിൽ ഒരു ഏറ്റവും സാധാരണ മനുഷ്യന് ഒരു ബില്യനെയറിന് ഒരേ ക്വാളിറ്റിയിലുള്ള ഫുഡാണ്. അവരുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പോലും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടായിരിക്കും വരിക. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാമെന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ 100 രൂപയ്ക്കും കോഴി കിട്ടും, 140 രൂപയും കിട്ടും. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലേക്ക് പോവുകയാണ്. അത്രയും ജനങ്ങൾ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ ഇത്രയും ബില്യൺ ആയിട്ടുള്ള ജനങ്ങൾക്ക് ഒരേ സ്റ്റാൻഡേർഡ് കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, ഓപ്പറേഷൻ, ആ ക്വാളിറ്റി ഓഫ് ലൈഫ്, അത് അഫോർഡബിലിറ്റി, അതൊരു വലിയൊരു പ്രീമിയം കാറ്റഗറിയിലേക്ക് പോകണം. അപ്പം ആകെ പറയേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണത്. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴും ഉയർത്തേണ്ടത് സർക്കാരിൻ്റെ മറ്റ് വലിയ പണക്കാരോ കൊണ്ടുവന്ന് ചാരിറ്റിയും ചെയ്തില്ല. നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾ ഉയർത്താനുള്ള ഓപ്പർച്യൂണിറ്റി ഈ രാജ്യത്ത് എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ ഓരോ പടി മുന്നോട്ട് അല്ലെങ്കിൽ ഓരോ പടി ഉയർത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. നെക്സ്റ്റ് ലെവൽ ഓഫ് ബെറ്റർ ലൈഫ്. നിങ്ങൾക്ക് ബെറ്ററായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ബെറ്റർ പേ വേണം, ബെറ്റർ പേ കിട്ടാൻ ബെറ്റർ ജോബ് വേണം, അല്ലെങ്കിൽ ബെറ്ററായിട്ട് ഏൺ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം. അത് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അതനുസരിച്ചിട്ട് ഇന്നിപ്പോൾ 1000 രൂപ കിട്ടുന്ന ഒരാൾക്ക്, അയാൾക്കൊരു 1500 ആണ് അയാളുടെ ഡെയിലി ഇൻകം എങ്കിൽ
അതനുസരിച്ചുള്ള അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, അയാളുടെ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് മാറും. അത് നേരെ മറിച്ച് ഒരു 3000 ആയാലൊന്ന് ആലോചിച്ച് നോക്കൂ, ഡബിൾ കൃത്യം ഒരു 1500 ശമ്പളം വാങ്ങിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ 3000ത്തിലേക്ക് എത്താൻ പറ്റിയേക്കാം. അതെത്തിയാൽ ഡബിളാണ് അയാൾ നിലവിലുണ്ടാക്കിയിരിക്കുന്ന, അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന, അയാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അയാൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 1000 രൂപ വെച്ചിട്ടായിരിക്കും അയാൾ പ്ലാൻ ചെയ്യും. പക്ഷെ 3000 വന്നാൽ അതനുസരിച്ചിട്ടാണ്. അത് 5000 എത്തുന്നയോ 10000 എത്തിയോ 1 ലക്ഷം എത്തിയോ 1 crore എത്തുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇല്ലേ, ഓരോ ദിവസവും ആ രീതിയിലുള്ള അഫോർഡബിലിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് ഏത് ലെവലിൽ വേണമെങ്കിലും പോവാം. അപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇന്നത്തെ ഒരു 2 ഇയേഴ്സിനുള്ളിൽ ഞാൻ എൻ്റെ ലെവൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് എനിക്ക് നെക്സ്റ്റ് ലെവൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഭക്ഷണങ്ങൾ വാങ്ങിക്കണം, അല്ല ഇഷ്ടപ്പെട്ട തുണിത്തരങ്ങൾ വാങ്ങിക്കണം, അല്ല ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ വാങ്ങിക്കണം. അത് എല്ലാ കാറ്റഗറിയിലും ഇവിടെ അവൈലബിൾ ആണ്. അത് അവരവർ ഇമ്പ്രൂവ് ചെയ്ത് പോയാൽ ഒരു ബെറ്റർ ക്വാളിറ്റി ലൈഫായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ സാറ് കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാറ് പ്രീ ഡിഗ്രി എക്സാം എഴുതാൻ സാറിന് നിർഭാഗ്യവശാൽ കഴിയാതെ പോയി. അപ്പോൾ അന്ന് സാറിന് കുറേയധികം വിഷമങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ പഠിച്ചവരെ പോലും ഫേസ് ചെയ്യുന്നതിന് പോലെ സാറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു യൂണിവേഴ്സിറ്റിയിൽ കുറേയേറെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഗസ്റ്റ് ലെക്ചറായിട്ട് സാറിന് ഒരവസരം കിട്ടി. ആ ഒരു സമയത്തെ മാനസികാവസ്ഥ എന്തായിരുന്നു? അത് ഭയങ്കര ഒരു എന്താണെന്ന് പറയാം. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കോളേജിൽ പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ആ ടൈമിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത്, ഒരിക്കലും കിട്ടാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടാത്തതിൻ്റെ സങ്കടം ഉള്ളിലുണ്ടാവും. പലതും നേടിയാലും നഷ്ടപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിഷമമുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ആ ഒരു കോളേജ് കാലഘട്ടം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാം അവരിങ്ങനെ കോളേജിൽ പോകുന്ന കാര്യങ്ങളും. എൻ്റെ സീനിയേഴ്സായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവരൊക്കെ കോളേജിൽ പഠിച്ചിട്ട് വന്നു. ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ കോളേജിലെ ഫസ്റ്റ് PDCക്ക് പഠിച്ച കൂട്ടുകാർ വന്ന് പറയും. അപ്പോൾ അതൊക്കെ കണ്ട് സ്വപ്നം കണ്ടിട്ടാണ് നമ്മൾ, അത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ വിഷമമുണ്ട്. പിന്നെ അത് ഈ ഒരു വേദിയിൽ ഇങ്ങനെ ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയപ്പം അത് എനിക്ക് തോന്നുന്നതൊരു കാലത്തിൻ്റെ കാവ്യനി നമ്മുടെ അതുപോലെ തോന്നി. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ആ ഒരു അവസ്ഥ. അതുപോലെ തന്നെ സാറിൻ്റെ ലൈഫിലൊരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് തന്നെ പറയാൻ. അത് നമുക്ക് കാണുമ്പോൾ തോന്നുന്നതാണ്. BBC പോലൊരു വലിയ ചാനലിൽ മാസ്റ്റർ ഷെഫ് പോലെയുള്ള കുറേ അധികം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഷെഫുമാർക്കൊപ്പം ഒരു കണ്ടസ്റ്റൻ്റായിട്ട് പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പം അതിലേക്കുള്ള ഒരു റിയാലിറ്റി ഷോയിലേക്കുള്ള സാറിൻ്റെ ആ ഒരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? അതും ഈ പറഞ്ഞ പോലെ അതൊരു ചാൻസ് ടേക്കിംഗ് ആണ് എപ്പോഴും. അപ്പോൾ അത് അന്നത്തെ സമയത്ത് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നു. അത് ഭയങ്കര ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ അതിൻ്റെ ആ സെലക്ഷൻ പ്രോസസ്സിനകത്ത് എനിക്ക് കിട്ടുന്നു, അതിൽ പങ്കെടുക്കുന്നു. അത് ഭയങ്കര ഒരു ചേഞ്ച്. അതിന് മുമ്പും പിമ്പും എന്ന് വേണമെങ്കിൽ എൻ്റെ കരിയറിനെ പറയാം. അപ്പോൾ BBC മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് മുന്നുള്ള ഒരാളും അത് പങ്കെടുത്തതിന് ശേഷമുള്ള ഒരാളും തമ്മിൽ എനിക്ക് വ്യക്തമായിട്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അതുവരെ ഉണ്ടായിരുന്നത്, അതിന് ശേഷമാണ് ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ പോലുള്ള അവസരം. അതിന് ശേഷമാണ് ആളുകളൊക്കെ ഭയങ്കര സ്നേഹത്തോടെ കാണാൻ പറ്റുക. അതുവരെ കുറച്ച് പേര് മാത്രം അറിഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആളുകളൊക്കെ അറിയുന്നു. അത് ഭയങ്കര ഒരു ലൈഫിൻ്റെ എഗെയിൻ ഓരോരോ നാഴികക്കല്ലുകൾ നമുക്ക് വരുമല്ലോ. എനിക്ക് പറയാനായിട്ട് അങ്ങനെ കുറേ നാഴികക്കല്ലുകൾ ഇങ്ങനെ ഓരോ 5 ഇയേഴ്സിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നതാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഇനിഷ്യൽ പ്ലാനിങ് ആണ്. ഫസ്റ്റ് പ്ലാൻ അത് പ്ലാനിങ് അല്ല, അത് നമ്മുടെ സർവൈവലിന് വേണ്ടി ചെയ്ത റൈറ്റ് കാര്യങ്ങൾ പ്ലാനായിട്ട് വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിന് എൻ്റെ ഒരു 18ാമത്തെ വർഷമാണ് ഇത്. 18-20 വർഷത്തിന് ശേഷമാണ് ഈ BBC മാസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക. അപ്പോൾ ആദ്യം മുതലേ ആ പാഷനായിട്ട് ചെയ്തതിൻ്റെ ചിലപ്പം ആ കാര്യങ്ങൾ കൊണ്ടായിരിക്കും എനിക്കത് എത്തപ്പെടാൻ പറ്റിയതും അതിനകത്ത് പങ്കെടുത്ത് അതിൻ്റെ ഒരു ഗുണങ്ങൾ കിട്ടാൻ പറ്റിയതും. ഇതിൽ എനിക്കൊരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, സാറ് കുറേ അധികം സെലിബ്രിറ്റീസിന് ഭക്ഷണം നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി നൽകി കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണം സെർവ് ചെയ്തിട്ട് സാറിനിങ്ങനെ മനസ്സ് നിറഞ്ഞ്, അതായത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നത് പോലെ കണ്ട ഒരു സെലിബ്രിറ്റി ആരാന്നൊക്കെ ചോദിച്ചാൽ? അങ്ങനെ ഒരാളായിട്ട് എനിക്ക് പറയണം, ഒത്തിരി ആൾക്കാർ ഈ പറഞ്ഞ എല്ലാവരും നല്ല ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടമാണ്. അതിപ്പോൾ സെലിബ്രിറ്റി അല്ല, സാധാരണക്കാർക്കായാലും ഇതൊക്കെ ഒറ്റ ഫീലാണ്. അപ്പോൾ അവർക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു മനുഷ്യന് നല്ല ആഹാരം മുമ്പിൽ കൊണ്ടുകൊടുത്ത് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന ആ ഒരു അന്നത്തെ ഫീലിങ്ങൊക്കെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒത്തിരി പേരുണ്ട് പറയാനായിട്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറേ പറഞ്ഞ സിനിമാ താരങ്ങളും അല്ലെ സ്പോർട്സ് പേഴ്സൺ വിരാട് കോഹ്ലി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ബ്ലസ്ഡ് ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫാനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടം വരും. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. വിരാട് കോഹ്ലിയൊക്കെ അതേപോലെ ഉള്ള ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പേഴ്സണൽ ലൈഫിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവരുടെയും ആഗ്രഹമാണ് ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു ബൈക്ക് അല്ലെങ്കിൽ കാറ് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ലൈഫിലുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു ഫസ്റ്റ്
ഒരു ബൈക്കാകട്ടെ ഒരു കാറ് സ്വന്തമാക്കിയത് അത് എപ്പോഴാണ്? ആ ഒരു സമയത്ത് സാറിൻ്റെ ഒരു മാനസികാവസ്ഥ, ഒരു സന്തോഷം എത്രത്തോളമായിരുന്നു? അത് ശരിക്കും എനിക്ക് ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഹാപ്പിനെസ് ആയിരുന്നില്ല ഈ വാഹനം. ഒരിക്കലും ഞാനതൊന്നും എന്നെ ബോദർ ചെയ്തിട്ടേ ഇല്ലായിരുന്നു സത്യം. അത് ആളുകൾ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല. ഈ ലണ്ടനിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു കാറൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം അവിടുത്തെ ഒരു സാലറി അല്ലെങ്കിൽ അവിടെ ഈ കാറൊക്കെ ഇവിടുത്തെ പോലെ അത്ര എക്സ്പെൻസീവ് ആണ്, പക്ഷേ അത് അഫോർഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. ഇന്ത്യയിൽ വാങ്ങിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അതൊരിക്കലും എന്നെ ആഗ്രഹിച്ചിട്ടില്ല കാറ് വാങ്ങിക്കണം, വാഹനം വാങ്ങിക്കണം. എനിക്ക് ഡ്രൈവിംഗ് കറക്റ്റായിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ ഒരു 40 വർഷം വിത്തൗട്ട് ഒരു വാഹനം ഇല്ലാതെ എൻ്റെ ലൈഫ് പോയി. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും 40 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു പീരീഡാണ്. 40 വർഷം നമ്മൾ ഒരിക്കൽ പോലും പെട്രോളിന് പൈസ ചിലവാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ പെട്രോളിന് പോലും പൈസ ചിലവാക്കേണ്ട 40 ഇയേഴ്സ് യു ക്യാൻ സർവൈവ്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 30 വർഷമോ 40 വർഷം എത്രയോ അതെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ കാറ് വാങ്ങിക്കുന്നില്ല, എനിക്ക് വേണ്ട, കാരണം ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെ പിന്നീട് ഇവിടെ കേരളത്തിൽ വരികയും ഈ ബിസിനസ് തുടങ്ങി കഴിഞ്ഞപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാവലായി. അപ്പോൾ ഈ ആദ്യത്തെ പ്രൊജക്റ്റ് ബാംഗ്ലൂർ, രണ്ടാമത്തെ കൊച്ചിയിൽ, പിന്നെ അതിൻ്റെ ഇടയിൽ ചെന്നൈയിലും ഗോവയിലൊക്കെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഫ്ലൈറ്റിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ചിലപ്പോൾ മിക്സ് മാച്ച് ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ട് പോകുമ്പം അപ്പോൾ ഇങ്ങനെ ട്രാവൽ കാറിനകത്തൊക്കെ പോകുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ കാറുണ്ട്, എൻ്റെ പാർട്ട്ണറുടെ കാറുണ്ട്, അവരുടെയൊക്കെ കാറിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഡ്രൈവ് ചെയ്യേണ്ട, നമ്മൾ ഏതെങ്കിലും ഒരു സീറ്റിനകത്ത് കയറി ഇരുന്നാൽ മതി, പോയി നമുക്ക് നമ്മുടെ മൊബൈൽ നോക്കിയിരിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്രയായപ്പം നമ്മുടെ സൗകര്യത്തിനും കാറ് വേണം, അല്ലെങ്കിൽ ഇപ്പം കുറച്ചുകൂടെ സുരക്ഷിതമായിരിക്കണം, രാത്രിയിലൊക്കെ ലോങ് ജേണിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാറ് വാങ്ങിക്കണമെന്ന് എല്ലാവരോടെ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. അത് പക്ഷേ ആദ്യത്തെ കാറ് തന്നെ ഒരു ബെൻസ് കാറായി. അത് ഭയങ്കര ഒരു അതൊരിക്കലും പ്ലാൻ ചെയ്തതല്ല, പക്ഷെ അത് സംഭവിച്ചു. ഇതാണ് എൻ്റെ ഒരു കാര്യം. ചില കാര്യങ്ങളത് നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ഏറ്റവും വലുത് കിട്ടും എന്നുള്ളത്. അതെ. കൂടാതെ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഈ ഒരു ഫുഡ് ആ ഒരു ഇൻഡസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് മുതൽ 7 സ്റ്റാർ ഫുഡ് വരെ, അതായത് വൈവിധ്യങ്ങൾ ഏറെയാണ്. അപ്പം ഈ ഒരു മേഖലയിലേക്ക് വരുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന സംരംഭകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഉപദേശം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ലോസ് ഒഴിവാക്കാമെന്ന് പറയുകയാണെങ്കിൽ സാർ എങ്ങനെയായിരിക്കും ഒരു ഉപദേശം? എങ്ങനെയായിരിക്കും അത്? ഭയങ്കര ഒരു എനിക്കിപ്പം ഒത്തിരി നിത്യവും ഞാൻ ഇന്നലെ പോലും ഒരാളുടെ, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ അവർക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങണം ഭയങ്കര ആഗ്രഹിച്ച് കുറേ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 3 months കഴിഞ്ഞപ്പോൾ ബിസിനസ് ലോസായി, വേറെ കുറേ പ്രശ്നങ്ങളായി. ആ പൈസയൊക്കെ പോയി. ഇന്നലെ എൻ്റെ അടുത്ത് വിളിച്ച് അതേപോലെ നിത്യവും ഞാൻ ഒരാഴ്ച അങ്ങനെയുള്ളൊരു 3-4 കേസുകൾ കാണുകയാണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് ഒരുപാട് പേര് ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാണ്ടാണ് വരിക. നമ്മൾ അറിയാത്തൊരു മേഖലയിൽ ഒരിക്കലും പോയി അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വരും വരായ്മകൾ ഇതാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ തന്നെ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ചെറിയൊരു മാർജിനാണ്, അല്ലെങ്കിൽ അത് ലാഭം കിട്ടണമെങ്കിൽ 3-4 വർഷം നിൽക്കണം, ഇത് കിട്ടണമെങ്കിൽ നിത്യവും 24 മണിക്കൂർ ഇതിനകത്ത് നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൊരു ബിസിനസ്സാണിത്. അപ്പോൾ ഇത് ശരിക്കും പാഷൻ മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും പാഷനായിട്ടാണ് ഈ ഒരു ബിസിനസ്. എനിക്ക് നല്ല ഭക്ഷണം കഴിക്കണം, മറ്റുള്ളവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, ഇത് രണ്ടുമാണ് അവരുടെ തീം. പക്ഷേ ഇത് രണ്ടുമല്ല ബിസിനസ്. വേറൊരു തരം ഗെയിമാണ് ഇതിനകത്തെ ചിലവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ചിലവുകളല്ല. അതല്ലാതെ നമുക്ക് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരം മെയിൻ്റനൻസ് കാര്യങ്ങൾ, സ്റ്റാഫ് ഷോർട്ടേജ്, പലതരം പ്രശ്നങ്ങളൊക്കെ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ഒത്തിരി പറയണം. അപ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഒന്നുകിൽ ഈ മേഖലയെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കാതിരിക്കണം, അല്ലെങ്കിൽ ഈ മേഖലയിൽ പോയി താല്പര്യമുള്ളവർ ഈ മേഖല പഠിക്കാനായിട്ടെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇൻസൈഡ് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, ബേസിക് 0 ലെവലിൽ നിന്ന് ഞാൻ പറഞ്ഞൊരു ക്ലീനിങ് ബോയ് ആയിട്ട് തുടങ്ങണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ എൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഒരു ക്ലീനിങ് ബോയ് ആയിട്ട് ഒരു 6 മാസം ജോലി ചെയ്താൽ പോലും വലിയൊരു നോളജാണ് കിട്ടുക. ഏറ്റവും അടിയിൽ പാത്രങ്ങൾ വരും, അത് അല്ലെങ്കിൽ തറ തുടയ്ക്കുന്ന പണിയായാലും മതി, ഒരു റെസ്റ്റോറൻറ്റ് ഒരു കിച്ചൻ്റെ, അവിടുന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അവിടെ എന്തുമാത്രം വേസ്റ്റ് വന്ന് വീഴുന്നു, എന്തുമാത്രം വേസ്റ്റ്, അത് കണ്ടാൽ തന്നെ അയാൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ ബേസിക്. ഒരിത്തിരി ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരാൾ ഈ ഒരു ഫുഡ് ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിൻ്റെ വരും വരായ്മകളെല്ലാം പഠിച്ച് ഇതിൻ്റെ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 6 month വർക്ക് ചെയ്യുമ്പോൾ തന്നെ കംപ്ലീറ്റ് അറിയാൻ പറ്റും എത്ര സമയം ഇതിന് ചിലവഴിക്കണം. പിന്നെ ഇതിനകത്തൊരു ഹോളിഡേ ഇല്ല, ഇതിനകത്തൊരു ഏറ്റവും സ്പെഷ്യൽ ഡേ ഇല്ല, ഒരു ഉത്സവം, ഒരു ഫെസ്റ്റിവൽ, ഒരു ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു, ഇതൊക്കെയാണ് ഏറ്റവും ബിസിയുള്ള സമയം. ഇതിനൊക്കെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോയി സ്പെൻഡ് ചെയ്യാനോ അതൊന്നും ഈ ഒരു മേഖലയിൽ പറ്റില്ല. ഈ ഒരു ദിവസമാണ് ബാക്കിയുള്ളവരുടെ, ഇതൊരു എൻ്റർടൈൻമെൻറ്റ്, എല്ലാവരും ആഘോഷിക്കാൻ വരുന്ന ദിവസം നമ്മളിവിടെ റെഡി ആയിരിക്കണം.
അപ്പോൾ നമ്മുടെ ഏറ്റവും തിരക്കുള്ള സമയം എന്ന് പറയുന്നത് മറ്റ് എല്ലാവരുടെയും ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് എല്ലാം മിസ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്നിട്ട് പിന്നീട് ഈ എഫർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും കയ്യിൽ ലോസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഭയങ്കരമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വരുന്നവർക്ക് നല്ലൊരു ബിസിനസ്സാണ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്താൽ യു ക്യാൻ എൻജോയ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സാറിൻ്റെ ഈ ഒരു അനുഭവങ്ങൾ വലിയൊരു തെളിവാണ്. ഇനി സാഹചര്യവും സാമ്പത്തികവും എത്ര പ്രതികൂലമാണെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ, പരിശ്രമിച്ചാൽ എത്ര വലിയ വിജയവും നമ്മുടെ കൈവെള്ളയിൽ ഒതുക്കാൻ സാധിക്കും എന്നതിന്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.